മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മളിനി. പത്തനംതിട്ട ആറന്മുള മാലക്കരയിൽ നിർമ്മാണ പ്രവർത്തനത്തിനിടെ മതിലിടിഞ്ഞു വീണ് 2 മരണം സംഭവിച്ചിരിക്കുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായ രത്തൻ മണ്ഡൽ, ഗുഡു കുമാർ എന്നിവരാണ് മരിച്ചത്. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ഇത് എപ്പോഴാണ്, എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്? ആറന്മുള ചെങ്ങന്നൂർ പാതയോട് ചേർന്ന് മാലക്കരയിൽ ജില്ലാ റൈഫിൾ ക്ലബ് പരിസരത്താണ് അപകടമുണ്ടായത്. ഉച്ചയ്ക്ക് 2:45 ആണ് ഈ അപകടം. 3 പേരാണ് ജോലിസ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. നിർമ്മാണ പ്രവർത്തനത്തിനിടെ മതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് തൊഴിലാളികളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. 2 പേർക്ക് ജീവഹാനി സംഭവിച്ചു. ബംഗാൾ സ്വദേശി രത്തൻ മണ്ഡൽ, അതോടൊപ്പം തന്നെ ബീഹാർ സ്വദേശി ഗുഡുകുമാർ എന്നിവരാണ് മരണമടഞ്ഞത്. മതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വീഴുന്നത് ശ്രദ്ധയിൽ വന്നതിനെ തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വിജയദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 3 പേരെയും ഞായറാഴ്ചയാണ് എന്നതിനാൽ തന്നെ ആ മേഖലയിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഇടിഞ്ഞു വീണ ഭാഗങ്ങൾക്ക് ഇടയിൽ നിന്നും പരിക്കേറ്റ നിലയിൽ തൊഴിലാളികളെ പുറത്തെടുക്കാൻ അല്പം വൈകിയ ശേഷം അവരെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും 2 പേരും മരണമടഞ്ഞിരുന്നു. ഇപ്പോൾ മൃതശരീരങ്ങൾ കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത്. അഭിലാൽ, 2 പേരുടെ മരണം സംഭവിക്കത്തക്ക വിധത്തിൽ അത്രമാത്രം വലിയ മതിലാണോ ഇത്? ഇതെന്തിന്റെ മതിലായിരുന്നു അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? ജില്ലാ റൈഫിൾ ക്ലബ്ബ് പരിസരത്ത് നിർമ്മാണം നടക്കുന്ന മതിലാണ് ഇടിഞ്ഞു വീണത്. തൊഴിലാളികൾ 2 പേരും അതിനടിയിൽ പെട്ടുപോവുകയായിരുന്നു. വലിയ സിമന്റ് കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചു വന്നിരുന്നത്. ഇതിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞ തൊഴിലാളികളുടെ മുകളിലേക്ക് വീണത്. രക്ഷാപ്രവർത്തകർ തന്നെ ആദ്യഘട്ടത്തിൽ പങ്കുവച്ചത് പ്രതീക്ഷയില്ല എന്നത് തന്നെയാണ്. ചുരുക്കത്തിൽ ഇരുവരെയും പുറത്തെടുത്തപ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്നതിന്റെ സൂചനകൾ പോലീസിൽ നിന്ന് ലഭ്യമായിരുന്നു. മരണം സ്ഥിരീകരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ വെച്ചാണ്. ഇരു മൃതശരീരങ്ങളും നിലവിൽ പത്തനംതിട്ട ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. ശരി, പത്തനംതിട്ട ആറന്മുള മാലക്കരയിലാണ് നിർമ്മാണത്തിലിരുന്ന മതിൽ ഇടിഞ്ഞു വീണ് തൊഴിലാളികൾക്ക് കാരണമായ സംഭവം. കാണുമ്പോഴും അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. കാണുമ്പോൾ അത്രമാത്രം വലിപ്പമൊന്നും തോന്നുന്നില്ല. സിമന്റ് കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും അത് അത്രമാത്രം അവര് ജോലി ചെയ്തതിനിടയിൽ ദേഹത്തേക്ക് വന്ന് വീഴുകയായിരിക്കും. 2 പേരുടെ മരണം സംഭവിച്ചെന്നുള്ള അതിദാരുണമായിട്ടുള്ള വാർത്തയാണ്. ഒരാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു. രത്തൻ മണ്ഡൽ, ഗുണ്ടു കുമാർ എന്നിവരാണ് മരിച്ചത്. അത് തൊഴിലാളികളാണ്. നമ്മുടെ നാട്ടിൽ ജോലിക്കായി എത്തിയിട്ടുള്ള 2 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്.